നമസ്കാരം. പിണറായി സർക്കാരിന്റെ അഴിമതിയും ഭരണപരാജയവും ആരോഗ്യ, ടൂറിസം, ഗതാഗതം മേഖലകളിലെ ഇടിവും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത ഭരണം പിടിക്കാൻ പിണറായി കൂട്ടിയാൽ കൂടില്ല എന്നുറപ്പിച്ചുകൊണ്ടായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ വിധി പ്രഖ്യാപനം കൂടി ഉണ്ടായത്. അതോടെ തുടർഭരണത്തെ കേരളത്തിലെ ജനങ്ങൾ വെറുത്തു എന്നും ഇതോടെ ആ കാലം അവസാനിച്ചു എന്നുമുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തി. കോൺഗ്രസിലെ നേതാക്കന്മാർക്കായിരുന്നു ഇനി അടുത്ത ഊഴം. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെ യുവ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിലെ തമ്മിൽ തല്ലെന്ന അപഖ്യാതി പരിഹരിച്ചുകൊണ്ട് നിവർന്നു നിന്നപ്പോൾ യുക്തയൗവനത്തിൽ കോൺഗ്രസ് ചുവന്നു തൊടുത്തു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉള്ളിലെ കോഴിയുടെ കൂവൽ പുറത്തു കേട്ടു തുടങ്ങിയത്. അതോടെ കോൺഗ്രസ് പിന്നെയും നാറി വെളുത്തു. പക്ഷെ ഇതൊക്കെ വളമായി മാറി ബി.ജെ.പിയുടെ താമര കേരളത്തിന്റെ മണ്ണിൽ തഴച്ചു വളരുകയാണ്. ആ വളർച്ചയ്ക്ക് പിന്നിൽ മികച്ച കർഷകനായി കൃത്യമായി മണ്ണെറിഞ്ഞ് വിളയെറിഞ്ഞ് രാജീവ് ചന്ദ്രശേഖറും ഉണ്ട്. കേരള രാഷ്ട്രീയം ദുർഗന്ധം വമിപ്പിച്ചു നിൽക്കുമ്പോൾ താമരയുടെ സുഗന്ധം കേരള മണ്ണിൽ മുഴുവൻ പടർന്നു കഴിഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പോലും ഇരു പാർട്ടികൾക്കും കഴിയാത്ത അത്രയും സമ്മർദ്ദങ്ങളിലൂടെ പാർട്ടി നേതൃത്വം കടന്നു പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ചയും ട്രംപിന് മുന്നിൽ പോലും അണിവിട പതറാതെ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭരണയന്ത്രം തിരിക്കുന്നതിലെ കാര്യപ്രാപ്തിയും പൊതുജനങ്ങൾക്കിടയിൽ മോദിയോടുള്ള ആരാധന കൂട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ കേവലം ഹിന്ദുമത പാർട്ടി എന്നതിനപ്പുറം ഇന്ത്യയുടെ വികസനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ബി.ജെ.പി അനുയോജ്യമാണ് എന്ന ചിന്ത പൊതുജനങ്ങൾക്കിടയിൽ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. അതേസമയം നോക്കി മറ്റു മതവിഭാഗങ്ങളുടെ വോട്ടിലേക്കും ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതിൽ ആദ്യത്തെ ലക്ഷ്യം ക്രിസ്ത്യൻ വോട്ടുകളാണ്. ക്രൈസ്തവരുമായി വീണ്ടും അടുക്കുന്നതിനായി പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കൾക്കായി ബി.ജെ.പി ക്ലാസ് സംഘടിപ്പിച്ചു. CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറിയും കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനുമായ VC സെബാസ്റ്റ്യനാണ് കോട്ടയത്ത് ബുധനാഴ്ച സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലാസ് എടുത്തത്. ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ എല്ലാ ജില്ലകളിൽ നിന്നുമായി 150 പേർ പങ്കെടുത്തു. അടുത്ത കാലത്തെ തിരിച്ചടികൾ കണക്കിലെടുത്ത് ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു ക്ലാസ്. ക്രൈസ്തവരുടെ ഭരണഘടനാ അവകാശങ്ങളും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളുമാണ് പ്രധാനമായി അവതരിപ്പിച്ചത്. മതപ്രചാരണത്തിനുള്ള അവകാശം, ഒരു സമുദായത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം, സുപ്രീം കോടതി വിധികൾ, മതസ്വാതന്ത്ര്യം തടയുന്ന നടപടികൾ എന്നിവ ക്ലാസ്സിൽ വിശദീകരിച്ചു. ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷത്തെ പ്രത്യേകമായി കാണണം. 1951 സെൻസസിൽ രാജ്യത്തിൽ 2.3% ക്രൈസ്തവർ. 1971 2.6% ഇപ്പോഴും 2.3% തന്നെയാണ് ജനസംഖ്യ. ഇക്കാലത്തിനിടെ 5% വളർച്ചയുണ്ടായവരുണ്ട്. ആകെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞ പാഴ്സി പോലെയുള്ള വിഭാഗങ്ങളുമുണ്ട്. എല്ലാവരെയും ന്യൂനപക്ഷം എന്ന ഗണത്തിൽപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന് ക്ലാസ്സിൽ വിശദീകരിച്ചു. കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും തുടർ നടപടി ഉണ്ടായില്ല എന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ഉത്തരേന്ത്യയിൽ അടുത്ത കാലത്ത് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമായി. ഏറെയും സംസ്ഥാന കേന്ദ്രിതമായ വിഷയങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മുന്നോക്ക ക്രൈസ്തവർ, പട്ടികവർഗ ക്രൈസ്തവർ, കത്തോലിക്കർ, കത്തോലിക്ക ഇതരർ, പരിവർത്തിത ക്രൈസ്തവർ, ഇവാഞ്ചലിക്കൽ സഭകൾ, ഉന്നാക്ക സംവരണം തുടങ്ങിയവ ചർച്ച ചെയ്തു. അറിയാവുന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു എന്നല്ലാതെ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് VC സെബാസ്റ്റ്യൻ പറഞ്ഞു. CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്തു തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ അറിയാമെന്നും വീട്ടിലെത്തിയാണ് അദ്ദേഹം ക്ഷണിച്ചതെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. പഠന ക്ലാസ് എന്ന തരത്തിലല്ല, വികസന സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനാണ് ശില്പശാല നടത്തിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോട്ടയത്ത് പറയുകയും ചെയ്തു. വികസിത കേരളത്തെക്കുറിച്ചുള്ള ബി.ജെ.പിയുടെ കാഴ്ചപ്പാട് എല്ലാ വീടുകളിലും എത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു എന്നും ഇതിനായി ഓരോ സമുദായത്തിനും ഓരോ ടീമിനെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവമോർച്ച, മഹിളാ മോർച്ച, OBC മോർച്ച തുടങ്ങിയ എല്ലാ ഘടകങ്ങളിലും ശില്പശാലകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അടുത്ത ഭരണം കേരളത്തിൽ പിടിക്കാനുള്ള എല്ലാ വഴികളും ബി.ജെ.പി നേതൃത്വം തുറന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച